നക്ഷത്രഫലം 2026 ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 7 വരെ. അശ്വതി. രോഗബാധിതർക്ക് ആശ്വാസം. ജീവിത പങ്കാളിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും ഉറച്ച പിന്തുണ. പ്രണയബന്ധിതർക്ക് മുതിർന്നവരിൽ നിന്നുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരും. വിദേശത്തു നിന്നും നാട്ടിൽ തിരികെ എത്തിയവർക്ക് പുതിയ ജോലികൾ ലഭിക്കും. മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ഭരണി. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലം. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം. പണച്ചെലവ് അധികരിക്കും, കൂടുതലായി വേണ്ടിവരും. രോഗദുരിതങ്ങളിൽ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും. ഭക്ഷണസുഖം ലഭിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാർത്തിക. മാനസിക നിരാശ വർദ്ധിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും. ബന്ധുജനങ്ങൾ വഴിവരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമാകും. ധനലാഭത്തിനിടയുള്ള വാരമാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിനശ്രമം വേണ്ടിവരും. രോഹിണി. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കും. ഗ്രഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും. വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കും. മകയിരം. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകൾ ഒഴിവാക്കുക. പണമിടപാടുകളിൽ ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് പ്രതികൂല പെരുമാറ്റം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം ഉണ്ടാകും. തിരുവാതിര. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. തൊഴിൽപരമായി യാത്രകൾ വേണ്ടിവരും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. വരവിനോടൊപ്പം ചെലവ് അധികരിക്കും. സന്താന ഗുണം വർദ്ധിക്കും. സ്വജനങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാകും. വാതജന്യ രോഗസാധ്യത. ഉണർദം. തൊഴിൽപരമായി മെച്ചപ്പെട്ട വാരമായിരിക്കും. മാനസികമായി നിലനിന്നിരുന്ന വൈഷമ്യങ്ങൾക്ക് അയവുണ്ടാകും. വിവാഹ തീരുമാനം കൈക്കൊള്ളും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ അനുകൂല ലാഭമുണ്ടാകും. അവിചാരിത ധനലാഭം പ്രതീക്ഷിക്കാം. പൂയം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാനലബ്ധി എന്നിവയുണ്ടാകും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി ഉണ്ടാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതിയുണ്ടാകും. ആയില്യം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. പണമിടപാടുകളിൽ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകും. അനുകൂലമായി നിലനിന്നിരുന്ന ചില ഘടകങ്ങൾ പ്രതികൂലമാകും. അനാരോഗ്യം അലട്ടും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. മകം. അപ്രതീക്ഷിത ധനനഷ്ടം നേരിടും. ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും. വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാനിടയുണ്ട്. കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക. സുഹൃത്ത് സഹായം ലഭിക്കില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നഷ്ടമുണ്ടാകും. പൂരം. ഗ്രഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും. വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കുക. പൊതുപ്രവർത്തനത്തിൽ മികച്ച വിജയം കൈവരിക്കും. വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ആലോചന ലക്ഷ്യം കാണും. ഉത്രം. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകൾ ഒഴിവാക്കുക. പണമിടപാടുകളിൽ ശ്രദ്ധിക്കുക. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും. കരുതിവെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. അത്തം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. ബന്ധുക്കൾ വഴി കാര്യപ്രാപ്തി ഉണ്ടാകും. മറ്റുള്ളവരുമായി കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. പണമിടപാടുകളിൽ ചതിവ് പറ്റാതെ ശ്രദ്ധിക്കുക. ചിത്തിര. അനുകൂല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള വാരമാണ്. ധനലാഭമുണ്ടാകും. ഭക്ഷണസുഖം വർദ്ധിക്കും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. അന്യജന സഹായം ലഭിക്കും. മുൻപരിചയമില്ലാത്തവരിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കാതിരിക്കുക. പണയ ഉരുപ്പടികൾ തിരികെ എടുക്കുവാൻ കഴിയും. ചോതി. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. സാമ്പത്തിക വിഷമതകൾ മൂലം കുടുംബത്തിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ടാകും. സന്താനങ്ങൾക്ക് ഉന്നമനമുണ്ടാകും. നേത്രരോഗ സാധ്യത. ബിസിനസ്സിൽ ചെറിയ തിരിച്ചടികൾ. വാഹനത്തിന് പണച്ചെലവ് എന്നിവ ഉണ്ടാകും. വിശാഖം. തൊഴിലന്വേഷകർക്ക് അനുകൂല ഫലം. മറ്റുള്ളവരെ സഹായിക്കുക വഴി പെട്ടെന്നുള്ള കാര്യസാധ്യം ഉണ്ടാകും. വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തും. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കും. മാനസികമായി ആശ്വാസം കിട്ടും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥത ശമിക്കും. അനിഴം. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും.
വ്യവഹാരങ്ങളിൽ വിജയം നേടും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂല തീരുമാനം ലഭിക്കും. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ അധിക ശ്രദ്ധ പുലർത്തുക. ധനപരമായ ചെറിയ വിഷമതകൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് വിഷമതകൾ നേരിടും. തൃക്കേട്ട, സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കും. ഏതു തരത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കും. പെരുമാറ്റത്തിലൂടെ അന്യരുടെ വിരോധം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക. മനസ്സിനിഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കും. ബിസിനസ്സിൽ പണം മുടക്കേണ്ടി വരും. മൂലം, കാര്യപ്രതിബന്ധം, അനാരോഗ്യം, തൊഴിൽപരമായ കാര്യങ്ങളിൽ വിഘ്നം, തൊഴിൽ രംഗത്ത് അരിഷ്ടതകൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. അപ്രതീക്ഷിത ധനനഷ്ടം ഉണ്ടാകും. പൂരാടം, ചെറിയ രോഗാരിഷ്ടതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും. യാത്രകൾക്കിടയ്ക്ക് ധനനഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഉത്രാടം, ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, മാതാവിനോ തത്തുല്യരായവർക്കോ അരിഷ്ടതകൾ, ആശുപത്രിവാസം, ബിസിനസ്സിൽ ഉദ്ദേശിച്ച ധനലാഭം ഉണ്ടാവുകയില്ല. യാത്രകൾ കൊണ്ട് നേട്ടം കൈവരിക്കും. ബന്ധുക്കൾ നിമിത്തം നേട്ടമുണ്ടാകും. തിരുവോണം, ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. ഉത്തരവാദിത്തം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടി വരും. വിവാഹ ആലോചനകൾ തീരുമാനത്തിൽ. അവിട്ടം, വിദേശത്തു നിന്ന് നാട്ടിലെത്തിയവർക്ക് പുതിയ ജോലികൾക്ക് സാധ്യത. ശാരീരികമായി ഏതെങ്കിലും അരിഷ്ടതകൾ നേരിടും. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും. അവിചാരിത ധനലാഭത്തിനു സാധ്യത. ഗ്രഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടമുണ്ടാകും. ചതയം, തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും. ബന്ധുജന ഗുണം വർദ്ധിക്കും. പണമിടപാടുകളിൽ നേട്ടമുണ്ടാകും. ഇരുചക്ര വാഹനം വാങ്ങും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ചെറിയ രോഗത്തിന് സാധ്യതയുണ്ട്. പൂരുരുട്ടാതി, പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും. പൊതുവെ അനുകൂല വാരമാണ്. സ്നേഹിക്കുന്നവരിൽ നിന്ന് നിലനിന്നിരുന്ന എതിർപ്പ് വിട്ടൊഴിയും. വ്യാപാരം, മറ്റു ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമമുണ്ടാകും. ഉത്രട്ടാതി, ദീർഘയാത്രകൾ വേണ്ടിവരും. പുതിയ ജോലികൾക്ക് സാധ്യതയുണ്ട്. ബന്ധുക്കൾക്ക് തൊഴിൽപരമായി മാറ്റം. ഒരു തവണ യാത്ര വേണ്ടിവരും. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. രേവതി, രോഗദുരിത ശമനം, ബന്ധുജന സഹായം എന്നിവ ലഭിക്കും. പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. പൊതുവെ വിശ്രമം കുറഞ്ഞിരിക്കും. വിദേശത്തു നിന്നും നാട്ടിൽ തിരികെ എത്തും. ബാങ്കുകളിൽ നിന്ന് ലോൺ പാസ്സായി കിട്ടും.